ആദിപരാശക്തി മാതാ കീ ജയ്. കാലത്തിൻ ചക്രമൊന്ന പ്രകൃതിയുടെ കരസ്പർശനത്താൽ തിരിഞ്ഞു. കാലം മാറി ജഗത്തിൽ ഹരിയുടെ ഭഗവൽ മായയിൽ വീണു ഞാനും. നീലക്കാർ വർണ്ണ നീ കീടുക മനമതിലെ കൂരിരുൾ ദീനബന്ധോ. പാലേ ലീലേ വസിക്കൻ മനസ്സി സുഹൃത സന്താനവല്ലി സുചില്ലി. കൃഷ്ണ ശരണം ഗുരുവായൂരപ്പ, ദേവി ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക്, സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധത്തിലെ 17-ാമത്തെ അധ്യായമാണ് നാം അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരുണനാൽ യൂപത്തിൽ നിന്നും മോചിക്കപ്പെട്ട ശുനശേഖൻ താൻ ആരുടെ പുത്രനാണ് എന്നറിയാൻ ആഗ്രഹിക്കുന്നതും സദസ്യരെ തമ്മിൽ ചർച്ച ചെയ്ത് അവർക്ക് ഒരു തീരുമാനത്തിലെത്താൻ കഴിയാത്ത സമയത്ത് ബ്രഹ്മപുത്രനായിട്ടുള്ള വസിഷ്ഠൻ അവിടെ വന്ന് വേദോക്തപരമായിട്ട് ആ ഭയത്തിൽ നിന്നും അവനെ ത്രാണനം ചെയ്ത് രക്ഷിച്ച വിശ്വാമിത്രൻ്റെ പുത്രൻ തന്നെയാണ് ഇവൻ എന്ന് പറഞ്ഞതും വരെയുള്ള ഭാഗങ്ങളെയാണ് അവലോകനം ചെയ്ത് നിർത്തിയത്. ഇപ്രകാരം വസിഷ്ഠൻ പറഞ്ഞത് കേട്ടപ്പോൾ സദസ്സിലുള്ളവരെല്ലാം അത് ശരിയാണ് എന്ന് ശരിവെച്ചു. വിശ്വാമിത്രൻ അപ്പോൾ അവൻ്റെ വലത്തേ കൈ പിടിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം പറഞ്ഞു, മകനെ, നീ എൻ്റെ വീട്ടിലേക്ക് പോരൂ എന്ന് പറഞ്ഞ് ശുനശേഖൻ വേഗം അദ്ദേഹത്തോടൊപ്പം വിശ്വാമിത്രൻ്റെ വസതിയിലേക്ക് നടന്നു. വരുണൻ പ്രസന്നനായി തൻ്റെ ലോകത്തിലേക്ക് പോയി. ഋത്വിക്കുകളും അതുപോലെ സദസ്യരും ഉടനെ അവരവരുടെ ഗൃഹങ്ങളിലേക്ക് യാത്രയായി. ഹരിചന്ദ്ര രാജാവും രോഗവിമുക്തനായി സന്തോഷിച്ചു. അദ്ദേഹം തെളിഞ്ഞ മനസ്സോടെ പ്രജകളെ പാലിച്ചു തുടങ്ങി. രോഹിതൻ എന്ന മകൻ വരുണൻ വന്ന വൃത്താന്തം കാട്ടിൽ വെച്ചറിഞ്ഞു. അവൻ ദുർഗമമായ വനപർവ്വതത്തിൽ നിന്ന് സന്തോഷപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. പുത്രൻ വന്ന വിവരം ദൂതന്മാർ രാജാവിൻ്റെ അടുക്കൽ ചെന്നറിയിച്ചു. സന്തുഷ്ടനായിട്ടുള്ള രാജാവ് അവനെ സ്വീകരിക്കാനായി നേരെ ചെന്നു. പിതാവ് വരുന്നത് കണ്ട് അവൻ ഒട്ടൊന്ന് പരിഭ്രമിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു രാജാവ് ആലിംഗനം ചെയ്തു. കുശലങ്ങളൊക്കെ ചോദിച്ചു. ചുടുകണ്ണീര് അവൻ്റെ മൂർധാവിൽ അഭിഷേകം ചെയ്തു എന്നാണ് പറയണത്. ഹരിചന്ദ്രൻ അതിപ്രീതനായി ആ പുത്രനോടുകൂടി ഹരിചന്ദ്രൻ രാജ്യഭരണം ചെയ്തു വന്നു. നരമേധത്തിൻ്റെ കഥ വിസ്തരിച്ച് മകനോട് പറഞ്ഞ് ആ രാജാവ് പിന്നെ യജ്ഞങ്ങളിൽ ഉത്തമമായിട്ടുള്ള രാജസൂയ യജ്ഞമൊക്കെ നടത്തി. ഹരിചന്ദ്രൻ വസിഷ്ഠനെ ക്ഷണിച്ചു വരുത്തി പൂജിച്ച ശേഷം അദ്ദേഹത്തെ യജ്ഞത്തിൽ ഹോതാവാക്കി. ആ രാജസൂയ യജ്ഞം പൂർത്തിയായപ്പോൾ വസിഷ്ഠൻ അത്യന്തം പൂജിതനായി തീർന്നു. വസിഷ്ഠൻ ദേവേന്ദ്രഭവനത്തിലേക്ക് ചെന്നു. വിശ്വാമിത്രനും അവിടെ വെച്ച് വസിഷ്ഠനോട് കൂടി ചേർന്നു. ഇന്ദ്രഭവനത്തിൽ രണ്ടുപേരും കണ്ടുമുട്ടി. മുനിശ്രേഷ്ഠനായിട്ടുള്ള വിശ്വാമിത്രൻ പൂജിതനായ വസിഷ്ഠനോട് ചോദിച്ചു, ഈ ഇന്ദ്രസദസ്സിൽ സംപൂജിതനായിരിക്കുന്നത് കണ്ട് വിസ്മയചിത്തനായിട്ടാണ് വിശ്വാമിത്രൻ വസിഷ്ഠനോട് ചോദിക്കണത്, ഹേ മുനിസത്തമ, സംപൂജ്യമായ ഈ വലിയ സ്ഥാനം അങ്ങക്ക് എങ്ങനെ ലഭിച്ചു? ആര് നേടിത്തന്നതാണ് എന്നൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് വിശ്വാമിത്രൻ ചോദിക്കുകയാണ്.
അപ്പോൾ അതിനുത്തരമായിട്ട് വസിഷ്ഠൻ പറയുന്നു, പ്രതാപവാനായിട്ടുള്ള ഹരിശ്ചന്ദ്ര മഹാരാജാവാണ് എൻ്റെ യജമാനൻ. ഉത്തമ ദക്ഷിണകളോടുകൂടിയ രാജസൂയ മഹായാഗം അദ്ദേഹം നടത്തി. അദ്ദേഹത്തെ പോലെ സത്യസന്ധനും വ്രതനിഷ്ഠനുമായിട്ട് മറ്റൊരു രാജാവില്ല. ദാനപ്രിയനും ധർമ്മശീലനും പ്രജകളെ ഭരിക്കുന്നതിൽ തൽപരനുമാണ് അദ്ദേഹം. അദ്ദേഹം നടത്തിയ യജ്ഞത്തിൽ എനിക്ക് മഹത്തായിട്ടുള്ള പൂജ ലഭിച്ചു. എന്ന് അതേമാതിരി ഹരിശ്ചന്ദ്രന് തുല്യനായ ഒരു രാജാവ് ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയുമില്ല. അത്രയും സത്യസന്ധനും ദാനശീലനും ശൂരനും പരമധാർമ്മികനുമാണ് ഹരിശ്ചന്ദ്രൻ. അങ്ങനെയുള്ള ഹരിശ്ചന്ദ്രൻ്റെ ആ യാഗം രാജസൂയം താൻ നടത്തിക്കൊടുത്തത് കൊണ്ടാണ് തനിക്ക് ഈ ശ്രേഷ്ഠമായിട്ടുള്ള ഈ സ്ഥാനം ലഭിച്ചത് എന്ന് വസിഷ്ഠൻ അവിടെ വെച്ച് വിശ്വാമിത്രനോട് പറഞ്ഞു. ഇങ്ങനെ വസിഷ്ഠൻ പറയുന്നത് കേട്ട് അല്പം കോപത്തോടു കൂടിയ വിശ്വാമിത്രൻ വസിഷ്ഠനോട് പറയുകയാണ്, കള്ളം പറയുന്നവനും കപടം കാണിക്കുന്നവനുമായ ആ രാജാവിനെയാണോ അങ്ങ് സ്തുതിക്കുന്നത്? വരം നേടിയ ശേഷം അദ്ദേഹം വരുണനെ വഞ്ചിച്ചില്ലേ? ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് നേടിയ അറിവും തപസ്സും പണയം വയ്ക്കാം. അങ്ങയുടെ തപസ്സും പണയം വയ്ക്കുക. അങ്ങ് അത്യന്തം സ്തുതിക്കുന്ന ആ രാജാവിനെ ഞാൻ ഉടൻ തന്നെ അസത്യവാദിയും ദാനം ചെയ്യാത്തവനും മഹാമൂർഖനുമാണെന്ന് തെളിയിച്ചില്ല എങ്കിൽ ജനനം മുതൽ നേടിയ എൻ്റെ പുണ്യം മുഴുവൻ നശിക്കട്ടെ. മറിച്ചാണ് എങ്കിൽ അങ്ങ് നേടിയ പുണ്യം മുഴുവനും നശിക്കും. ഇങ്ങനെ നമുക്ക് പന്തയം വയ്ക്കാം എന്ന് പറഞ്ഞ് വസിഷ്ഠനും വിശ്വാമിത്രനും വീണ്ടും ഈ ഒരു വിഷയത്തിൽ പന്തയം വെച്ച് കോപത്തോടുകൂടി സ്വർഗത്തിൽ നിന്ന് സ്വാശ്രമങ്ങളിലേക്ക് മടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ 17-ാമത്തെ ഈ അധ്യായം അവസാനിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ വിശ്വാമിത്രനും വസിഷ്ഠനും രണ്ടുപേരും തമ്മിൽ ചേരില്ല. കീരിയും പാമ്പുമാണ്. അവർ തമ്മിൽ അനേകം സ്പർദ്ധകൾ നടന്നിട്ടുള്ളത് പുരാണങ്ങളിലെ പല കഥകളിലും കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്പർദ്ധയാണ് ഇവിടെയും. ഇത് ഹരിശ്ചന്ദ്രനെ ചൊല്ലിക്കൊണ്ടുള്ളതാണ് എന്ന് മാത്രം. വസിഷ്ഠൻ ഹരിശ്ചന്ദ്രൻ സത്യവാനാണ്, ധർമ്മിഷ്ഠനാണ്, ദയാലുവാണ്, ദാനശീലനാണ്, ധർമ്മജ്ഞനാണ് എന്നെല്ലാം തൻ്റെ ശിഷ്യനായിട്ടുള്ള സൂര്യവംശ രാജാവായിട്ടുള്ള ഹരിശ്ചന്ദ്രനെ പുകഴ്ത്തിയപ്പോൾ അത് വിശ്വാമിത്രന് സഹിച്ചില്ല. അങ്ങനെയല്ല, ഹരിശ്ചന്ദ്രൻ സത്യവാനല്ല എന്നുള്ളതിനെ ഞാൻ തെളിയിച്ചു കാണിക്കാം. ഞാൻ ജയിച്ചാൽ അങ്ങയുടെ സകല തപോഫലങ്ങളും പുണ്യങ്ങളും നശിക്കും. അല്ല, അങ്ങ് ജയിച്ചു ഞാൻ തോറ്റു എന്നുണ്ടെങ്കിൽ എൻ്റെ തപോഫലവും പുണ്യവും നശിക്കട്ടെ എന്നിങ്ങനെയുള്ള ഒരു പന്തയം രണ്ടുപേരും വെച്ചുകൊണ്ട് ഇനി ആ പന്തയത്തെ ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളത് അറിയാനായിക്കൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അവർ രണ്ടുപേരും കൂടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇനി അടുത്ത അധ്യായം മുതൽ ഹരിശ്ചന്ദ്ര ചരിതത്തിൽ പറഞ്ഞുകൊണ്ടു പോകുന്നത്. നമുക്ക് അത് നാളെ മുതൽ അവലോകനം ചെയ്യാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.